നിൽക്കുന്നത് നേരെ താഴെ ഒരു അമ്പലം കണ്ടോ? അമ്പലത്തിന്റെ ഗോപുരം കാണാൻ പറ്റും. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിലെ അമ്പലമാണ്. കന്നിമാസത്തിലെ 5 ശനിയാഴ്ച. ചേട്ടാ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത് നിർത്താൻ പറ്റത്തില്ല, ഇങ്ങനെ പൊക്കൊണ്ടേ എല്ലാവരോടും പറയട്ടെ. അതെ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് സംശയമുണ്ട്, ചോദിക്കുക പറഞ്ഞുതരാം. 18ാം നൂറ്റാണ്ടിലെ അമ്പലമാണ്. കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രമേ തുറക്കത്തുള്ളൂ. ആ റോഡ് കണ്ടോ? റോഡ്, ആ റോഡിന്റെ ഇരുവശം നിൽക്കുന്ന തെങ്ങുകളാണ്. ഉണ്ടയുണ്ടായിട്ട് ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നുണ്ടോ? അത് വാളൻപുളി. ഗ്രൗണ്ടിൽ പച്ചയായിട്ട് നിൽക്കുന്നുണ്ടോ? വിവിധം പച്ചക്കറികളാണ്. തക്കാളി, ബീൻസ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതുപോലെ പച്ചക്കറി കൃഷികളാണ്. അടുത്ത നമ്മൾ ടൈല് വെച്ചിട്ടേക്കുന്ന പോലെ കാണുന്നുണ്ടോ? അത് അടുത്ത കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടേക്കുന്ന മണ്ണ്. പിന്നെ നമ്മൾ ഇവിടെ നേരെ നോക്കി കഴിയുമ്പോൾ ഒരു കടലാസ് കൂട്ടം പോലെ കാണുന്നുണ്ടോ? അതൊരു ഗ്രാമോ കോമ്പെ എന്ന് പറയും. ഇവർ താമസിക്കുന്ന ഗ്രാമത്തിലും കൃഷികൾ ചെയ്യുന്ന ഔട്ടറിലുമാണ്. ഈ അമ്പലവും ആ ഗ്രാമവും തമ്മിൽ ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ അകലമുണ്ട്. അവരവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വരുന്നു, കൃഷി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അതാണ് അവരുടെ പ്രത്യേകത. അവർ ചേരികളിലാണ് കൂട്ടത്തോടെ താമസിക്കുക. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അടുത്തൊരു പ്രത്യേകത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇട സൈഡിൽ ഈ രണ്ടാമത്തെ സ്ഥലത്ത് കാണാം പണ്ണപ്പുറം എന്ന് പറയാം. സ്ഥലത്തിൻ്റെ ഒരു പണ്ണപ്പുറം എന്ന് പറയും. നമ്മുടെ സംഗീത സംവിധായകൻ ഇളയരാജയില്ലേ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണത്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമൊക്കെ കാണാം, തേവാരം എന്ന് പറയും. ഈ സൈഡിൽ തന്നെ പച്ചക്കറികൾ നമ്മുടെ നാട്ടിലേക്ക്, അത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സ്ഥലമാണ്. അടുത്ത് കാണുന്നത് അങ്ങേയറ്റം ഒരു ചെറിയ മഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റാത്ത ഒരു ടൗൺ പോലെ തന്നെ കാണാം. ബോഡിനാക്കിൻ്റെ എന്ന് പറയും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതിലെ നേരെ മുകളിലേക്ക് പോയാൽ പൂപ്പാറ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ അങ്ങനെ പോകാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മല ഉണ്ടോ? ആ മലയിൽ നിന്നാണ് അരിക്കൊമ്പൽ എന്ന് കേട്ടത്. ആ അരിക്കൊമ്പലെ പിടിച്ച് നേരെ ഓപ്പോസിറ്റ് മല ഉണ്ട് കേട്ടോ. ഈ മലയിൽ രണ്ടാമത്തെ മല, അതാ മേഘമല എന്ന് പറയും. ആ മലയിലേക്ക് കൊണ്ടുവിടുകയും നിങ്ങളിപ്പം കമ്പം മുന്തിരിപ്പാടമൊക്കെ കണ്ടുവന്നില്ലേ, ആ ടൗണിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തില്ലേ. അവിടെ മേഘമല വിട്ടു, അത് പതുക്കെ നടന്നിറങ്ങി കമ്പത്തേക്ക് വന്നു. അവിടെ നിന്ന് പതുക്കെ തിരുനെല്വേലിയിലേക്ക് പാഴ്സലുകയും ചെയ്തു. പിന്നെ ഈ രാമക്കൽമഠിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലം. 30 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റടിക്കും. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആകെ 2 മാത്രമേ കാറ്റാടിപ്പാടങ്ങൾ. ഒന്ന് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടും, മറ്റൊന്ന് നമ്മുടെ രാമക്കൽമഠുമാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാം. അത് പണിതിരിക്കുന്ന 2 മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്, കുറവൻ മലയും കുറത്തിമലയും. അപ്പോൾ അതിനെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പം ആ കാണുന്ന കുറവനും കുറച്ച് സ്റ്റാച്ചു ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അതെ, അതിന്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട്ടെ മലമ്പുഴേഷിയും നമ്മുടെ ശംഖുമുഖത്തെ മത്സ്യനെയൊക്കെ ഉണ്ടാക്കിയ കാനായി കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജിന്നൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ബാലരാമപുരംകാരനാണ്, തിരുവനന്തപുരം ബാലരാമപുരംകാരനാണ്. തൊട്ടടുത്ത് തന്നെ ഒരു മലമ്പുഴയ്ക്ക് വേഴാമ്പൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്. അത് വാച്ച് ടവർ കൂടിയാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് ഈ ജിന്നന്റെ ശിഷ്യൻ ഹരിലാൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം ഇടുക്കി വാഴത്തോപ്പുകാരനാണ്. ഇതാണ് ഇവിടുത്തെ കഥയും കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു.